ഇന്നത്തെ ഗുരുവായൂർ അമ്പലനടയിൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. പൃഥ്വിരാജ്, ബേസിൽ ജോസഫ് കോംബോൾ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളത്തിലെ ഫാമിലി കോമഡി എന്റർടൈനർ സിനിമയാണല്ലോ ഗുരുവായൂർ അമ്പലനടയിൽ. വിപിൻ ദാസ് സംവിധാനം ചെയ്ത സിനിമ ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമയാണ്. ഇപ്പോഴത്തെ സിനിമ 13ാം ദിവസത്തിലേക്ക് എത്തപ്പെടുമ്പോഴും മികച്ചൊരു ഹോൾഡോടെ ഇന്നും 1 കോടിയിലേറെ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 76 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് ചൊവ്വാഴ്ച 56 ലക്ഷത്തിന് മുകളിലാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്ന് 1 കോടിയിലേറെ കേരള ഗ്രോസ് ഉറപ്പാക്കിയ സിനിമ ഇന്നത്തോടെ 37 കോടി രൂപയ്ക്ക് മുകളിൽ കേരള ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 75 കോടി രൂപയ്ക്ക് മുകളിലേക്ക് ഇന്നത്തോടെ മാത്രമേ കടക്കുകയുള്ളൂ എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. സിനിമയുടെ ഏറ്റവും പുതിയ കൃത്യമായ 12 ദിവസത്തെ കണക്കുകൾ പുറത്തു വരുമ്പോൾ 75 കോടിക്കടുത്താണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. ഇന്നത്തോടെ 75 കോടി രൂപയ്ക്ക് മുകളിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ കടക്കുകയാണ്. 78 കോടിക്കടുത്ത് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ആണ് കൃത്യം 13 ദിവസങ്ങൾ കൊണ്ട് നാം പ്രതീക്ഷിക്കുന്നത്. നാളെയോടെ 80 കോടി രൂപയ്ക്ക് മുകളിലേക്കും സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എത്തുമെന്ന് നിലവിൽ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ തിയേറ്ററുകളിലെ വൻ വിജയം നേടിയെടുത്ത ഈ വർഷത്തിലെ 8ാമത്തെ വിജയം നേടിയെടുത്ത സിനിമ ആടുജീവിതം എന്ന സിനിമയ്ക്ക് ശേഷം ഈ വർഷം 75 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ കടക്കുന്ന മറ്റൊരു പൃഥ്വിരാജ് സിനിമ കൂടിയായിട്ട് മാറിയിരിക്കുകയാണ്. ആവേശത്തിന് ശേഷം ബോക്സ് ഓഫീസിലെ ചലനം സൃഷ്ടിച്ച സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട പ്രേക്ഷകർ കാത്തിരിക്കൂ.